ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ് അതുപോലെ തന്നെ യൂറോ യൂഎസ്ഡി നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിലേക്കാണോ അതോ സെല്ലിലേക്കാണോ സാധ്യത കൂടുതലെന്ന് ഫസ്റ്റ് എപ്പോഴത്തെ പോലെ തന്നെ ഗോൾഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുള്ള ലെവൽസൊക്കെ നോക്കുകയാണെങ്കിൽ ഗോൾഡിലാണെങ്കിൽ അത്യാവശ്യം നല്ല ട്രേഡുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ യൂറോ യൂഎസ്ഡിയിലാണെങ്കിൽ നല്ല ട്രേഡ് ഉണ്ടായിരുന്നു. രണ്ടിലും എന്താണ് നമ്മൾ മൈനർ ട്രെൻഡിൻ്റെ സാധ്യതയായിരുന്നു ഇന്നലെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുള്ള ലെവൽസിൽ നിന്നൊക്കെ നമുക്ക് അതേപോലെ തന്നെ നല്ല ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ ദിവസം സാധ്യതകളും കൂടെ നോക്കാം. ഫസ്റ്റ് നമുക്ക് എപ്പോഴത്തെ പോലെ തന്നെ ഗോൾഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഗോൾഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വീണ്ടും മൈനർ ട്രെൻഡ് തന്നെയാണ് ഇതിനുള്ളിൽ വന്നുകൊണ്ടിരിക്കാൻ നമുക്ക് അറിയാനായിട്ട് പറ്റും. കാരണം ഈ മേജർ ഹൈനെ ബ്രേക്ക് ചെയ്താലേ പുതിയൊരു ട്രെൻഡ് ഇതിനകത്ത് വരുള്ളൂ. അപ്പോൾ ഇതിനുള്ളിലൊക്കെ എന്താണ് വീണ്ടും മൈനർ ട്രെൻഡിൻ്റെ സാധ്യതകളാണ് വരുന്നത്. ബൈയിലേക്ക് തന്നെ സാധ്യതകളുള്ളൂ കേട്ടോ. ഇന്നലെ നോക്കുകയാണെങ്കിൽ മൈനർ ചോയ്സ് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം തൊട്ട് താഴെയുള്ള ബൈയിങ് സോണിൽ നിന്നാണ് പ്രൈസ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതകളും വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഗോൾഡിൽ ഏറ്റവും നല്ല എൻട്രി എടുക്കാനായിട്ട് വരുന്നൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈനെ ഇവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ്, മേജർ ഇൻഡ്യൂസ്മെൻറ്റ്, ഈ ഒരു ട്രെൻഡിനുള്ളിൽ ഒരു മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇന്നത്തെ ദിവസം ഏറ്റവും സാധ്യതയുള്ളൊരു എൻട്രി എന്ന് പറയുമ്പോൾ മാർക്കറ്റ് വന്നതാണ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രിക്ക് സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ലോയൊക്കെ മെയിൻ ലിക്വിഡിറ്റി ആയിട്ട് മാറും. ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്ന് പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല സാധ്യത ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് വരും ഇതിനകത്തു നിന്നാണ്. ഇതിനുള്ളിലുള്ളതൊക്കെ എന്താണ് ഇതൊക്കെ മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അപ്പോൾ അത്രത്തോളം അഗ്രസീവായിട്ട് നോക്കണമെന്നില്ല. ഇനി ഒരു എസിൽ പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ട്രേഡുകൾ നോക്കുന്നവർക്കാണെങ്കിൽ ഇവിടെ നിന്ന് എൻട്രീസ് നോക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഏറ്റവും സാധ്യത പറഞ്ഞത് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു എൻട്രിക്ക് സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഗോൾഡ് ഇവിടെ നിന്നൊന്നും എൻട്രി തന്നില്ല, മാർക്കറ്റ് എന്താണ് നല്ലൊരു സെല്ല് വന്നിട്ട് ഈ ലോയിനെയാണ് ബ്രേക്ക് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ബൈ നോക്കാനായിട്ട് പറ്റുന്നൊരു ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് അത് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ലെവലിനൊന്നും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തില്ല, വീണ്ടും സെല്ല് തന്നെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ മെയിൻ ലിക്വിഡിറ്റി ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴെയുള്ള ഈ ഒരു ബൈയിങ്സ് ഉണ്ടല്ലോ ഓർഡർ ബ്ലോക്ക്, ഇതിലേക്ക് വന്നതിന് ശേഷവും നമുക്ക് എൻട്രി നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഗോൾഡിലെ ഫസ്റ്റ് സാധ്യത എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ മാർക്കറ്റ് എന്താണ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്കൊക്കെ വന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് ഈ ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു മൈനർ BOS ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഈ ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ നെക്സ്റ്റ് വരുന്ന ഇൻഡ്യൂസ്മെൻറ്റ് ബൈയിങ് സോണൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് അടുത്ത എൻട്രീസ് നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഇതാണ് ഇതിലൊരു മെയിൻ സാധ്യതകൾ വരുന്നത്. ഓക്കെ ആവുന്നില്ലേ? ഇപ്പോൾ ഇത് നമുക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം ഒരു എൻട്രി നോക്കാം. ഇനി ഇത് ഫെയിൽ ആകുവാണെങ്കിൽ എന്താണ് ഈ ഒരു ബൈയിങ് സോണിൽ നിന്നായിരിക്കും നമുക്ക് അടുത്ത എൻട്രി നോക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടുന്ന് പ്രൈസ് മുകളിലോട്ട് ഒന്ന് പുതിയൊരു ട്രെൻഡ് ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡിൽ ലെവൽസ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ബൈയിലേക്ക് തന്നെ നോക്കി പോകാം. ഈ ഒരു ട്രെൻഡിൽ സെല്ലിലേക്ക് സാധ്യതകളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഇനി അതേപോലെ തന്നെ യൂറോ യൂഎസ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും എന്താണ് യൂറോ യൂഎസ്ഡിയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന പോലെ തന്നെ ഈ ഒരു ബൈയിങ് സോണിലേക്ക് ഒന്നും ടച്ച് ചെയ്തില്ല. ഇതിന് ശേഷം എന്താണ് മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് വന്നു. അപ്പോൾ തൊട്ട് താഴെയുള്ള ബൈയിങ് സോണിൽ തന്നെ നല്ല എൻട്രി ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന് ശേഷം ഇന്നത്തെ ദിവസം സാധ്യതകൾ നോക്കുകയാണെങ്കിലും എന്താണ് ഇപ്പോൾ ബൈയിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്താലേ ഇതിനകത്തൊരു ട്രെൻഡ് വരുള്ളൂ, BOS കിട്ടുള്ളൂ. ഇതിനുള്ളിൽ എന്താണ് മൈനർ ട്രെൻഡ് തന്നെയാണ്. ഇപ്പോൾ മൈനർ ട്രെൻഡ് ബൈയിലേക്ക് നോക്കാനുള്ള ലെവൽസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രെൻഡിൽ വേറെ ഇൻഡ്യൂസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റിന് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നാലായിരിക്കും നമുക്ക് ബൈയിലേക്ക് നോക്കാനായിട്ട് പറ്റുന്നത്. ഒന്നെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വരണം, അല്ലെങ്കിൽ തൊട്ട് താഴെ മാർക്ക് ചെയ്തേക്കുന്നത് ബൈയിങ് സോണിലേക്ക് വരണം കേട്ടോ. ഇതിലേക്കൊക്കെ വന്നാലേ നമുക്ക് ബൈയിലേക്ക് നോക്കി പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇനി മാർക്കറ്റ് വന്ന് ഈ ലോയിനൊക്കെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു ബൈയിങ് സോൺ തന്നെ ഇതിലേക്ക് വന്നതിന് ശേഷവും നമുക്ക് എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെ മെയിൻ ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഒരു ഹൈൻ എടുക്കാനാണ് സാധ്യത കൂടുതൽ. ഇതിന് മുകളിലാണ് മെയിൻ ലിക്വിഡിറ്റി വരുന്നത്. ഇതെന്താണ് ഇതിൻ്റെ ഹൈലോട്ട് പോകാനുള്ള സാധ്യതകളും വളരെ കൂടുതലുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പുതിയൊരു ട്രെൻഡ് കിട്ടും. അങ്ങനെ ട്രെൻഡ് കിട്ടുവാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ട്രെൻഡിൽ വരുന്ന ലെവൽസിൽ എൻട്രിയും കാര്യങ്ങളും നോക്കാനായിട്ട് പറ്റും. അതിൻ്റെ ലെവൽസ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. ഇത്രയും സാധ്യതയാണ് വരുന്നത്. പിന്നെ ഇവിടുന്ന് ചെറിയൊരു കൗണ്ടർ ട്രെൻഡിൻ്റെ സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ അത് നോക്കണമെന്നില്ല, അത് ഏകദേശം കഴിഞ്ഞ് പോയിട്ടും ഉണ്ടാവും. പിന്നെ ഇനി തൊട്ടടുത്ത് ഈ ഒരു ലിക്വിഡിറ്റി മെയിൻ വരുന്നുണ്ട്. അത്രത്തോളം അഗ്രസീവായിട്ട് സെല്ലോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് നോക്കണമെന്നില്ല കേട്ടോ. ബൈയിലേക്കാണ് സാധ്യത കൂടുതൽ. ഇനി വന്ന് ഈ ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൊട്ട് താഴെയുള്ള ഇൻഡ്യൂസ്മെൻറ്റ് ബൈയിങ് സോണൊക്കെ എടുത്തിട്ട് ഇവിടെ നമുക്ക് വീണ്ടും ബൈയിലേക്ക് തന്നെ നോക്കി പോവാം. ഇതാണ് ഇതിലെ സാധ്യത കേട്ടോ. ഇനി അതേപോലെ തന്നെ നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്നലെ നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിരുന്നു. ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ചെറിയൊരു സെല്ലിലേക്ക് കാണിച്ചു, പക്ഷേ അവിടെ നല്ലൊരു എൻട്രിയോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ടച്ച് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് തന്നെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ലെവൽസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇനി ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഹൈനെയാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ നമുക്കൊരു മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് ഈ ഒരു ട്രെൻഡിനുള്ളിൽ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. 23,900 ഞാനിവിടെ കറക്റ്റായിട്ട് പ്രൈസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ സാധ്യത എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈനെ മാർക്കറ്റ് വന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം ശേഷമാണ് താഴോട്ട് വരുന്നതെങ്കിൽ കുറച്ചും കൂടെ മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാമായിരുന്നു. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, ഈ ഒരു ലെവലിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഇത് മാത്രമേ നമുക്ക് ബൈയിലേക്കുള്ളൊരു ലിക്വിഡിറ്റി ആയിട്ട് ഇപ്പോൾ എടുക്കാനായിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു ലിക്വിഡിറ്റി നമുക്ക് നല്ലൊരു ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം. ഇനി ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. സെല്ലിലേക്ക് പുതിയ ലെവൽസോ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് കിട്ടിയിട്ടില്ല.
ഓക്കെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും ലെവൽസ് കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഗോൾഡ് നല്ലൊരു എൻട്രിക്ക് സാധ്യത ഇത് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. ഫസ്റ്റ് കൂടുതൽ വരുന്നത് ഞാൻ ഗ്രൂപ്പിലേക്ക് അറിയിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്തതുപോലെ നിങ്ങളുടെ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു വീഡിയോ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.